ഹായ് ഫ്രണ്ട്സ്, ഉരുളക്കിഴങ്ങും മുട്ടയും പാലും മൈദമാവും വെച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പാലാട ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോണിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണാൻ വേണ്ടി വീഡിയോയിലോട്ട് പോകാം. പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, മല്ലിയില. ഇത് മൂന്നും ഞാനിവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. മല്ലിയില ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ഇഷ്ടമുള്ളത് കൊണ്ടും ചേർക്കുന്നതാണ്. നിങ്ങൾ കറിവേപ്പില ചേർത്താൽ മതി, അല്ലെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിലും ചേർക്കാം. ഇതിനും പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ട്. ഇതിനു വേണ്ടി മൈദ മാവ് വേണം. ഒരു പാത്രത്തിൽ 2 മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് പാലൊഴിക്കാം. ഇത് കലക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പാലൊഴിക്കാം. മൈദ മാവ് 2 കപ്പ് ഇട്ട് കൊടുക്കാം. അരിച്ചെടുത്തിട്ടുള്ള മൈദ മാവാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിന ഇല, സവാള, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയെടുത്തിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് നന്നായി പൊടിച്ച് ഇതിൽ ചേർത്ത് എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് തണുത്തതിന് ശേഷം നന്നായി പൊടിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൽ ഞാൻ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്തു. ഇത്ര ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇതിൽ ഞാൻ പേസ്റ്റാക്കി ചേർത്തിട്ടുള്ളത്. ഇതേ അയവിലാണ് ഈ മാവ് കലക്കിയെടുക്കേണ്ടത്. ഇതെൻ്റെ 111ാമത്തെ വീഡിയോ ആണ്. 3ാമത്തെ വീഡിയോ പാലാട എന്ന റെസിപ്പിയാണ് ഞാൻ ഇട്ടത്. ഇനി ഈ പാലാട നമുക്ക് ചുട്ടെടുക്കാം. ഒരു പാനിൽ നെയ്യ് തൂത്ത് കൊടുത്ത് ഇങ്ങനെ ഓരോന്നായി ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കുമ്പോൾ ഡാൽഡ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ചുട്ടാൽ നല്ല മണവും ടേസ്റ്റുമാണ്. പക്ഷെ അത് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. അതുകൊണ്ട് വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാം ഒന്നൊന്നായി വേവിച്ചെടുക്കാം. പാനിൽ നിന്നും ഇത് എടുക്കുന്നതിന് തൊട്ട് മുന്നേ സിമ്മിൽ വെക്കണം ഫ്ലെയിം. എന്നിട്ട് നെക്സ്റ്റ് മാവ് ഒഴിക്കുന്നതിനും തൊട്ട് മുന്നേ പാൻ സ്റ്റൗവിൽ നിന്നും മാറ്റി പിടിക്കണം. 2 കപ്പ് മാവിന് ഞാൻ 15 പാലാടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് ചെറു ചൂടോടെ കുറച്ച് നെയ്യ് ഇതിൻ്റെ മീതെ തൂകിയിട്ട് പഞ്ചസാര വിതറിയിട്ട് ചുരുട്ടി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്.